ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 13, 14 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ്? ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. 2, ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആരാണ്? ഉത്തരം പീലാത്തോസ്. 3, ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആരാണ്? ഉത്തരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ. 4, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ ആരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്. ഉത്തരം മറ്റെല്ലാ ഗലീലിയക്കാരേക്കാൾ കൂടുതൽ. 5, എന്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും എന്ന്. 6, സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ്? ഉത്തരം 18 പേർ. 7, സിലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ അന്ന് എവിടെ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കൂടുതലായി കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ. 8, എന്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും എന്ന്. 9, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്ന് ലൂക്ക 13-ൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം 2 പ്രാവശ്യം. 10, ലൂക്ക 13-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം ഫലം തരാത്ത അത്തിവൃക്ഷം. 11, ഒരുവൻ എന്ത് വൃക്ഷമാണ് മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത്? ഉത്തരം അത്തിവൃക്ഷം. 12, അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ എന്തിനു വേണ്ടിയാണ് അവിടെ വന്നത്? ഉത്തരം അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ. 13, അത്തിവൃക്ഷം നട്ടവൻ എത്ര വർഷമാണ് അതിൻ്റെ ഫലം അന്വേഷിച്ച് വന്നത്? ഉത്തരം 3 വർഷം. 14, അത്തിവൃക്ഷത്തിൽ നിന്നും പഴമൊന്നും ലഭിക്കാതിരുന്നപ്പോൾ യജമാനൻ കൃഷിക്കാരനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം എന്ന്. 15, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം കൃഷിക്കാരൻ യജമാനനോട് പറഞ്ഞത്. 16, മേലിൽ അത് ഫലം നൽകിയില്ലെങ്കിൽ നീ എന്തു ചെയ്തു കൊള്ളുക എന്നാണ് കൃഷിക്കാരൻ പറഞ്ഞത്? ഉത്തരം അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്ന്. 17, ലൂക്ക 13-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. 18, ഒരു സാബത്ത് ദിവസം യേശു സിനഗോഗിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 19, എങ്ങനെയുള്ള രോഗിണിയാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നത്? ഉത്തരം 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയവളായിരുന്നു. 20, കൂനിപ്പോയ സ്ത്രീയെ കണ്ടപ്പോൾ
യേശു ആദ്യം എന്താണ് ചെയ്തത്? ഉത്തരം, അവളെ അടുത്ത് വിളിച്ചു. 21. അടുത്ത് വിളിച്ചതിന് ശേഷം യേശു എന്താണ് അവളോട് പറഞ്ഞത്? ഉത്തരം, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. 22. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ചെയ്തത്? ഉത്തരം, അവളുടെ മേൽ കൈകൾ വച്ചു. 23. യേശു അവളുടെ മേൽ കൈകൾ വച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം, അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. 24. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതറിഞ്ഞ് കോപിച്ചത് ആരാണ്? ഉത്തരം, സിനഗോഗ് അധികാരി. 25. ജോലി ചെയ്യാവുന്ന എത്ര ദിവസങ്ങളുണ്ടെന്നാണ് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം, 6 ദിവസങ്ങൾ. 26. ഏത് ദിവസമാണ് രോഗശാന്തി നേടുവാൻ പാടില്ല എന്ന് സിനഗോഗ് അധികാരി പറഞ്ഞത്? ഉത്തരം, സാബത്ത് ദിവസം. 27. ആരെയാണ് കർത്താവ് കപടനാട്യക്കാരെ എന്ന് വിളിച്ചത്? ഉത്തരം, സിനഗോഗിൽ ഉണ്ടായിരുന്നവരെയാണ് കർത്താവ് കപടനാട്യക്കാരെ എന്ന് വിളിച്ചത്. 28. സാബത്തിൽ ഏത് മൃഗങ്ങളെയാണ് തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോകാറില്ലേ എന്ന് യേശു ചോദിച്ചത്? ഉത്തരം, കാളയെയോ കഴുതയെയോ. 29. എത്ര വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹാത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്നാണ് യേശു ചോദിച്ചത്? ഉത്തരം, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളെ. 30. 18 വർഷമായി ആര് ബന്ധിച്ചിട്ടിരുന്ന അബ്രഹാത്തിൻ്റെ ഈ മകളെയാണ് സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്നാണ് ചോദിച്ചത്? ഉത്തരം, സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രഹാത്തിൻ്റെ ഈ മകളെ. 31. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രഹാത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്ന യേശുവിൻ്റെ ചോദ്യം കേട്ട് ലജ്ജിതരായത് ആരാണ്? ഉത്തരം, അവൻ്റെ പ്രതിയോഗികൾ. 32. ജനക്കൂട്ടം മുഴുവൻ സന്തോഷിച്ചത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം, യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച്. 33. ലൂക്ക 13-ലെ 4-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം, കടുകുമണിയും പുളിമാവും. 34. എന്തിനോടാണ് ഞാൻ അതിനെ ഉപമിക്കുന്നത്? ഏതിനെ? ഉത്തരം, ദൈവരാജ്യത്തെ. 35. ദൈവരാജ്യം എന്തിന് സദൃശ്യമാണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് ദൈവരാജ്യം എന്ന്. 36. കടുകുമണിയുടെ ശാഖകളിൽ ചേക്കേറിയത് ആരാണ്? ഉത്തരം, ആകാശത്തിലെ പക്ഷികൾ. 37. ദൈവരാജ്യത്തെ എന്തിനോടാണ് ഉപമിക്കേണ്ടതെന്നാണ് യേശു വീണ്ടും പറഞ്ഞത്? ഉത്തരം, ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വച്ച പുളിപ്പിനോട്. 38. ലൂക്കായുടെ സുവിശേഷം 13-ലെ 5-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം, ഇടുങ്ങിയ വാതിൽ. 39. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും. 40. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഒരുവൻ യേശുവിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം,
കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? 41. ഇടുങ്ങിയ വാതിൽ എന്ന ശീർഷകത്തിന് കീഴിൽ യേശുവിനെ കർത്താവെ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം: യാത്രക്കിടയിൽ യേശുവിനെ കണ്ടുമുട്ടിയ ഒരുവൻ. 42. കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ഒരുവൻ്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉത്തരം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്ന്. 43. അനേകം പേർ എന്തിനു വേണ്ടി പരിശ്രമിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ. 44. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറഞ്ഞാണ് വാതിലിൽ മുട്ടാൻ തുടങ്ങുന്നത്? ഉത്തരം: കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞു. 45. വാതിലിൽ മുട്ടുമ്പോൾ അവൻ്റെ മറുപടി എന്തായിരിക്കും? ഉത്തരം: നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. 46. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എന്തു ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു നിൽക്കുന്നവർ പറയുന്നത്? ഉത്തരം: നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന്. 47. ഞങ്ങളുടെ തെരുവുകളിൽ നീ എന്തു ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു നിൽക്കുന്നവർ പറയുന്നത്? ഉത്തരം: ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. 48. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം: 2 പ്രാവശ്യം. 49. ആരോടാണ് എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്ന് പറയുന്നത്? ഉത്തരം: അനീതി പ്രവർത്തിക്കുന്നവരോട്. 50. ആരെല്ലാമാണ് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത്? ഉത്തരം: അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. 51. എപ്പോഴാണ് നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമ്മുകയും ചെയ്യുന്നത്? ഉത്തരം: ദൈവരാജ്യത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതായി കാണുമ്പോൾ. 52. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് വിരുന്നിനിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: ദൈവരാജ്യത്തിൽ. 53. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം: സകല ജനതകളും രക്ഷ പ്രാപിക്കും എന്ന്. 54. ഒരു പൂരിപ്പിക്കാനാണ്. അപ്പോൾ മുൻപന്മാരാകുന്ന ഡാഷും പിൻപന്മാരാകുന്ന ഡാഷും ഉണ്ടായിരിക്കും. ഉത്തരം: മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. 55. 13-ാം അധ്യായത്തിലെ അവസാനത്തെ ശീർഷകം എന്ത്? ഉത്തരം: ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. 56. ഇവിടെ നിന്ന് പോവുക എന്ന് ആര് വന്നാണ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: ചില ഫരിസേയർ വന്ന്. 57. ആര് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്നാണ് ഫരിസേയൻ പറഞ്ഞത്? ഉത്തരം: ഹെറോദേസ്. 58. യേശു ആരെയാണ് കുറുക്കൻ എന്ന് വിളിച്ചത്? ഉത്തരം: ഹെറോദേസിനെ. 59. ഇന്നും നാളെയും ഞാൻ എന്തു ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഇന്നും നാളെയും ഞാൻ പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 60. ഞാൻ എന്ന് എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: 3-ാം ദിവസം. 61.
എന്നൊക്കെയാണ് എൻ്റെ യാത്ര തുടരേണ്ടത് എന്നാണ് യേശു പറഞ്ഞത്. ഉത്തരം: ഇന്നും നാളെയും മറ്റന്നാളും. 62. ഇന്നും നാളെയും മറ്റന്നാളും എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുവാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം: ജെറുസലേമിന് പുറത്തു വച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ലാത്തതുകൊണ്ട്. 63. യേശു ജെറുസലേമിനെ എപ്രകാരമാണ് സംബോധന ചെയ്യുന്നത്? ഉത്തരം: പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്ന്. 64. നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ഞാൻ എങ്ങനെ ആഗ്രഹിച്ചു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ. 65. ജെറുസലേം നിവാസികളോട് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു എന്ന്. 66. എന്നുവരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ. 67. ലൂക്ക 14-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ്? ഉത്തരം: മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു. 68. ഒരു സാബത്ത് ദിവസം യേശു ആരുടെ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയത്? ഉത്തരം: ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ. 69. യേശു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ ഏത് രോഗിയാണ് അവിടെ ഉണ്ടായിരുന്നത്? ഉത്തരം: ഒരു മഹോദര രോഗി. 70. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് ആരോടാണ് യേശു ചോദിച്ചത്? ഉത്തരം: നിയമജ്ഞരോടും ഫരിസേയരോടും. 71. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ നിയമജ്ഞരും ഫരിസേയരും എന്താണ് ചെയ്തത്? ഉത്തരം: അവർ നിശബ്ദരായിരുന്നു. 72. ആരെയാണ് യേശു അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചത്? ഉത്തരം: മഹോദര രോഗിയെ. 73. മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷം യേശു നിയമജ്ഞരോടും ഫരിസേയരോടും എന്താണ് ചോദിച്ചത്? ഉത്തരം: സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട് എന്ന്. 74. മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ആർക്ക്? ഉത്തരം: നിയമജ്ഞർക്കും ഫരിസേയർക്കും. 75. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു അവരോട് പറഞ്ഞ ഉപമ ഏതാണ്? ഉത്തരം: കല്യാണ വിരുന്നിൻ്റെ ഉപമ. 76. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. 77. കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ഉത്തരം: ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. 78. നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഉത്തരം: നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ. 79. നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ പോയി ഇരിക്കുവാനാണ് യേശു പറഞ്ഞത്? ഉത്തരം: അവസാനത്തെ സ്ഥാനത്ത്. 80.
നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകുന്നത് എപ്പോഴാണ്? ഉത്തരം: ആതിഥേയൻ വന്ന് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ. 81. തന്നെ തന്നെ ഉയർത്തുന്നവന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. 82. തന്നെ തന്നെ താഴ്ത്തുന്നവന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 83. നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് എന്ന് യേശു പറയാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം: അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യുന്നതുകൊണ്ട്. 84. നീ സദ്യ നടത്തുമ്പോൾ ആരെയെല്ലാം ക്ഷണിക്കുക എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. 85. നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുവാൻ യേശു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം: പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. 86. നിനക്ക് എന്ന് പ്രതിഫലം ലഭിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ. 87. വിരുന്നിൻ്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം: മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 88. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം: യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ. 89. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏതാണ്? ഉത്തരം: വിരുന്നിൻ്റെ ഉപമ. 90. ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കുന്നതിനായി ആരെയാണ് അയച്ചത്? ഉത്തരം: തൻ്റെ ദാസനെ. 91. വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം: ദാസൻ ക്ഷണിക്കപ്പെട്ടവരോട് പറഞ്ഞത്. 92. വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് ദാസൻ ക്ഷണിക്കപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ അവർ എന്താണ് ചെയ്തത്? ഉത്തരം: അവർ ഓരോ ഒഴികഴിവുകൾ പറയാൻ തുടങ്ങി. 93. ക്ഷണിക്കപ്പെട്ടവരിൽ ഒന്നാമൻ പറഞ്ഞ ഒഴികഴിവ് എന്തായിരുന്നു? ഉത്തരം: ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, അതിനാൽ എന്നെ ഒഴിവാക്കണം. 94. മറ്റൊരുവൻ പറഞ്ഞ ഒഴികഴിവ് എന്തായിരുന്നു? ഉത്തരം: ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, അതുകൊണ്ട് എനിക്ക് ഒഴിവ് തരണം. 95. മൂന്നാമതൊരുവൻ പറഞ്ഞ ഒഴികഴിവ് എന്തായിരുന്നു? ഉത്തരം: എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. 96. ആ ദാസൻ തിരിച്ചു വന്ന് ആരെയാണ് വിവരം ധരിപ്പിച്ചത്? ഉത്തരം: യജമാനനെ. 97. ക്ഷണിക്കപ്പെട്ടവർ ഒഴികഴിവ് പറഞ്ഞതറിഞ്ഞ് ആരാണ് കോപിച്ചത്? ഉത്തരം: ഗൃഹനാഥൻ. 98. ഗൃഹനാഥൻ കോപിച്ച് എവിടെ ചെന്ന് വിരുന്നിന് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാനാണ് ദാസനോട് പറഞ്ഞത്? ഉത്തരം: പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന്. പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ. 99. പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും
ചെന്ന് ആരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരാനാണ് ഗൃഹനാഥൻ പറഞ്ഞത്? ഉത്തരം: ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരുവാൻ. 100. യജമാനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ ദാസനോട് യജമാനൻ എന്താണ് പറഞ്ഞത്? ഉത്തരം: നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർദ്ദേശിക്കുക എന്ന്. 101. ആര് എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന്. 102. ലൂക്ക 14-ാം അധ്യായത്തിലെ അവസാന ശീർഷകം ഏതാണ്? ഉത്തരം: ശിഷ്യത്വത്തിൻ്റെ വില. 103. ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്നത്? ഉത്തരം: വലിയ ജനക്കൂട്ടങ്ങൾ. 104. ആരെയെല്ലാം വെറുക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വെറുക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല എന്ന്. 105. ബന്ധുക്കളെ മാത്രമല്ല മറ്റെന്തുകൂടി വെറുക്കാതെ യേശുവിൻ്റെ അടുത്ത് വരുന്ന ആർക്കും യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം: സ്വജീവനെ തന്നെയും വെറുക്കാതെ. 106. എന്ത് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്ന ഒരുവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന്. 107. ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവൻ എന്താണ് നോക്കേണ്ടത്? ഉത്തരം: അത് പൂർത്തിയാക്കുവാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന്. 108. അത് പൂർത്തിയാക്കുവാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടത്? ഉത്തരം: അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കണം. 109. കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ. 110. എന്തിൻ്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ആളുകൾ ആക്ഷേപിക്കുന്നത്? ഉത്തരം: ഗോപുരത്തിൻ്റെ. 111. 10,000 കൊണ്ട് ആരെ നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ തന്നെ ആലോചിക്കണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: 20,000 ഭടന്മാരോട് കൂടെ തനിക്കെതിരെ വരുന്നവനെ നേരിടാൻ. 112. യുദ്ധത്തിന് പോകുന്ന രാജാവ് ആദ്യമേ തന്നെ എന്താണ് ആലോചിക്കേണ്ടത്? ഉത്തരം: തനിക്കെതിരെ വരുന്നവനെ നേരിടാൻ സാധിക്കുമോ എന്ന്. 113. 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുകയില്ലെങ്കിൽ രാജാവ് എന്തു ചെയ്യും? ഉത്തരം: അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. 114. എന്തുപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ. അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. 115. ഡാഷ് നല്ലത് തന്നെ, എന്നാൽ ഉറ കെട്ടുപോയാൽ അതിനെങ്ങനെ ഉറ കൂട്ടും? ഉത്തരം: ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ അത് ഉറ കെട്ടുപോയാൽ അതിനെ എങ്ങനെ ഉറ കൂട്ടും എന്ന്. 116. ഉപ്പ് എപ്പോഴാണ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാതാവുന്നത്? ഉത്തരം: ഉറ കെട്ടുപോയാൽ. 117. മണ്ണിനോ വളത്തിനോ ഉപകരിക്കാത്ത ഉപ്പ് ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഉത്തരം: പുറത്ത് എറിഞ്ഞു കളയും. 118.
മണ്ണിനോ വളത്തിനോ ഉപകരിക്കാത്ത ഉപ്പ് പുറത്തെറിഞ്ഞു കളയുന്നു. തുടർന്ന് യേശു പറയുന്നത് എന്താണ്? ഉത്തരം: കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഇത്രയും ചോദ്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 13, 14 അധ്യായങ്ങളിൽ നിന്നും എഴുതിയിട്ടുള്ളത്. നമുക്ക് നല്ലവണ്ണം പഠിക്കാം. പരീക്ഷ അടുത്ത് വരികയാണ്. വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അതുകൊണ്ട് കൂടുതൽ നേരം വായിച്ച് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. വചനങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.